കാട്ടുപന്നിയെ കൊന്നു തിന്നണമെന്ന് നമ്മൾ പറഞ്ഞു. കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊന്ന് ഭക്ഷണമാക്കാൻ കർഷകൻ അനുവാദം കിട്ടണം. പക്ഷേ അത് പരസ്യമായി നമ്മൾ പറഞ്ഞാണ്, രഹസ്യമൊന്നുമല്ല, ഞാൻ തന്നെ പരസ്യമായി പറഞ്ഞാണ്. ഞാൻ എൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാത്തതാണ് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊന്നു തിന്നുന്നതിനുള്ള അവകാശം കർഷകന് കൊടുക്കണം. അതിനകത്ത് അത് കേന്ദ്ര നിയമം അതിന് അനുവദിക്കുന്നില്ല. വന്യജീവി സംരക്ഷണ നിയമമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മറ്റും അനുവാദം കൊടുത്തുകൊണ്ട് ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിനൊരു ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചതിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതിപ്പോൾ നടക്കുന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു അഭിപ്രായമാണ്, നമ്മൾ പരമാവധി കേരളത്തിൽ നിയമങ്ങൾക്കകത്ത് ചില ഭേദഗതി വരുത്തി അതിനുള്ള സംവിധാനത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. ഒരു ഭേദഗതി നമ്മളിപ്പം സെൻറ്ററിലേക്ക് അയച്ചിരിക്കുകയും കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങൾ പെട്രോളിയം വലിയ സമ്പന്നതയിൽ നിൽക്കുന്നു. നമ്മുടെ സമ്പന്നമായ ഒരു ഭൂപ്രകൃതിയുണ്ട് ഇവിടെ. നമ്മുടെ ആണ്ടിൽ 6 മാസത്തെ മഴക്കാലമുണ്ട് ഇവിടെ. നമ്മുടെ പശ്ചിമഘട്ടമുണ്ട്. ഈ പശ്ചിമഘട്ടവും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ മണ്ണും ഈ മണ്ണിൽ വിളയിക്കുന്നതെല്ലാം ഏറ്റവും വിലപിടിപ്പുള്ള ഉണ്ടാക്കാൻ കഴിയുമ്പോൾ നമുക്കിവിടെ അതിനെ വിനിയോഗിക്കാൻ പറ്റണം. ആ വിനിയോഗിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഈ കൃഷിയുടെ കാര്യത്തിൽ കൂടുതൽ ഒരിടപെടൽ, ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിനെ കയറ്റി അയക്കേണ്ട സാധ്യത ഉൾപ്പെടെ ഇപ്പോൾ ഇൻഡസ്ട്രിയുമായിട്ടും എക്സ്പോർട്ടിങ് അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് നമുക്കിതിനെ ലിങ്ക് ചെയ്യാൻ പറ്റണം. ആണ് നേരത്തെ ഗുണമേന്മയുള്ളത് ഉൽപ്പാദിപ്പിച്ചാൽ സാധാരണയേക്കാൾ കൂടുതൽ പണം നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിൽ അത് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. സിന്തറ്റിൻ്റെ പാക്കറ്റ് കണ്ടാൽ വാങ്ങിക്കാൻ തോന്നണം. അതാണോ അതിൻ്റെ അടിസ്ഥാന ഘടകം? സാധനത്തിൻ്റെ ഗുണമേന്മയല്ലേ? സാധനത്തിൻ്റെ ഗുണമേന്മയോടൊപ്പം പാക്കിംഗ് ഘടകമാണ്. ഞങ്ങളുടെ ഏറ്റവും സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർഷകരാണ് എന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയൊരു സൂപ്പർ സ്റ്റാർ എനിക്ക് കേരളത്തിലില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുകയും ചെയ്തു. അതല്ലേ ശരിയല്ലേ? നമ്മുടെ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ സെഷനിൽ രാഹുൽ പറഞ്ഞു കർഷകൻ്റെ രീതി എങ്ങനെയായിരിക്കണം എന്ന്. കർഷകരെ കണ്ടാൽ ഏതാണ് നമ്മളൊരു കർഷകൻ്റെ പടം കൊടുക്കുമ്പോൾ ഏത് പടമാണ് കൊടുക്കുന്നതെന്നെല്ലാം ചോദിച്ചു. സ്വാഭാവികമായിട്ട് ശരിയാണ്. ഞാനിപ്പോൾ മിഥുലിനോട് ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന്, മറിയയോടും ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന്. മറിയ എന്നോട് ചോദിച്ചു, ഇപ്പം എന്നോട് തൊട്ട് മുമ്പാണ് ആര്യയും വയസ്സ് ചോദിച്ചത് എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് പുറകെ ഞാനും ചെന്ന് വയസ്സ് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല, ഏത് ജനറേഷനിൽ പെടുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ജെൻ സിയുടെയും ജെൻ ആൽഫയുടെയും ഇപ്പോൾ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ ജെൻ ബീറ്റയിലും നിൽക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ എത്ര ഈ ജെൻ സി എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഇസഡാണ്. അമേരിക്കൻ ഉച്ചാരണം ഇസഡിന് സി എന്നുള്ള ആയതുകൊണ്ടാണ് ഈ ജെൻ സി എന്ന് പറഞ്ഞു വരുന്നത്. 1997-നും 2012-നും ഇടയിൽ ജനിച്ചവരാണ് ഈ ജെൻ സി. ഇവിടെ നേരത്തെ മിഥുൽ പറഞ്ഞല്ലോ, മിഥുൽ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാനാണ് ഫോൺ, ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങൾ ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയത്. അച്ഛൻ അതിനകത്ത് നല്ലവണ്ണം പ്രാവീണ്യം നേടി എന്ന് പറഞ്ഞു. 97-നും 2012-നും ഇടയിൽ ജനിച്ച തലമുറയുടെ വലിയ പ്രത്യേകത അവരാണ് ഈ ആധുനികതയെ കണ്ടു വളർന്നവരാണ്. തമാശ പറയും, മൊബൈൽ ഫോണിൻ്റെ റിംഗ് ടോൺ കേട്ട് വളർന്നു വന്ന തലമുറയാണ് ഈ ജെൻ സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ജെൻ സി നമ്മൾ ഇതിനകത്തേക്കുണ്ടോ? മിക്കവാറും ഇവരെല്ലാം ഏറെക്കുറെ മിഥുനായാലും മറിയായാലും എല്ലാം ഈ ജെൻ സിയുടെ പ്രതിനിധികളാണ് ഈ വന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞു കൃഷി ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി അയക്കണമെന്ന് പറഞ്ഞു. കേരളത്തിലെ കൃഷി വകുപ്പ് ആദ്യമായിട്ട് കൃഷി പഠിക്കാൻ വേണ്ടി കർഷകരെ വിദേശത്തേക്ക് അയച്ചത് ഈ കാലത്താണ്. ഇസ്രയേലിലേക്ക് കൃഷി പഠിക്കാൻ വേണ്ടി. അതിന്നേ വരെയും കർഷകൻ പോയിട്ടില്ല. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും സർവകലാശാലകളിലെ സയൻറ്റിസ്റ്റുകളും മന്ത്രിമാരും ഒക്കെ കൃഷി പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകും. ഇപ്രാവശ്യം മന്ത്രി പോയില്ല കൃഷി പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് വിട്ടത് 27 കർഷകരെയാണ്. ഞാൻ രാവിലെയും പറഞ്ഞു നമുക്ക് ഇനിയും വിടണം കർഷകരെ. ഞങ്ങൾ അന്നേരം കർഷകരെ തിരഞ്ഞെടുത്തപ്പോൾ അന്ന് വിഘ്നേശ്വരിയും ശ്രീറാമും കൃഷി വകുപ്പിലെത്തിയിട്ടില്ല. അന്ന് ഞാൻ കേട്ടൊരു വലിയ പഴി 50 വയസ്സിൽ താഴെയുള്ളവരെ നിശ്ചയിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു. 50 വയസ്സിൽ താഴെയുള്ളവർ പോകട്ടെ, അവർ പഠിച്ചിട്ട് വന്ന് ബാക്കിയുള്ളവരെ പഠിപ്പിക്കട്ടെ, അവർ ഈ കൃഷിയിലേക്ക് എത്തട്ടെ എന്നായിരുന്നു.
ഇത് തന്നെയാണ് ഇപ്പോൾ സോളനിലേക്ക് പോയ ഞങ്ങളുടെ ടീമിലും ഉണ്ടായിരുന്നത്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ കൂൺ കൃഷിയെ എത്തിക്കാൻ പറ്റുക. നേരത്തെ രാഹുൽ അവതരിപ്പിച്ചു. ഞങ്ങൾ വിചാരിച്ചു 9 പേർ പോകുമ്പോൾ മന്ത്രിയെ മാറ്റി നിർത്താം, 8 പേർ വരുമ്പോൾ പകുതി പേർ കർഷകരായിരിക്കണം. അങ്ങനെ നിശ്ചയിച്ചപ്പോഴാണ് ഞങ്ങളതിനകത്ത് RCCയിലെ അഡീഷണൽ ഡയറക്ടറെ ഉൾപ്പെടുത്തിയിരുന്നു, SHMൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, നമ്മുടെ അഗ്രികൾച്ചർ പ്രൈസസ് ബോർഡിൻ്റെ ചെയർമാൻ ഉണ്ടായിരുന്നു, പിന്നെ വന്നത് കൃഷി വകുപ്പിൻ്റെ അഡീഷണൽ ഉണ്ടല്ലോ, അല്ല യൂണിവേഴ്സിറ്റി എന്നുണ്ടായിരുന്നു, പ്രൈസസ് ബോർഡ്, SHM, RCC, യൂണിവേഴ്സിറ്റി എന്നുണ്ടായിരുന്നു. ഇവർ 4 പേര്, 4 പേർ കർഷകരായിരുന്നു. 4 കർഷകരായിരിക്കറിയോ? ഒന്ന് രാഹുലാണ്, മറ്റൊന്ന് MSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് സർക്കാർ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് നല്ല ടൈ ഒക്കെ കെട്ടി ഗംഭീരമായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ സച്ചിൻ പൈ എന്ന കൊച്ചു പയ്യനാണ്. അതിന് ആയിരക്കണക്കിന് എത്ര ബെഡുണ്ട് സച്ചിനൊരു 50,000 ബെഡുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് പോയി കണ്ടതാണ്. സാഹസികമായ കൃഷിയിലേക്ക് ഏർപ്പെടുന്നവരാണ് അവരെല്ലാം. മറ്റേ നമ്മുടെ റോജൻ ഫിലിപ്പ് കെമിക്കൽ എഞ്ചിനീയറാണ്. റോജനാണെങ്കിൽ അവിടെ ചെന്നിട്ട് മഷ്റൂംസ് റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ട് ഇവരൊക്കെ സംസാരിക്കണമെങ്കിൽ ഞാൻ അത്ഭുതത്തോട് നോക്കിയിരിക്കുകയാണ്. ഞാനത് ഇങ്ങനെ കൃഷിയിലേക്ക് വളരെ താല്പര്യപൂർവ്വം വന്നിറങ്ങുന്ന ആൾക്കാരുടെ. റോജനാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അതിന് വലിയ ലൈസൻസ് ഒക്കെയാണ്. അതൊരു നർക്കോട്ടിക് ഇതിൽ വരും. അത് നമുക്കുണ്ടാക്കാം സാർ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നതല്ല. രാജശേഖരൻ സാറാണെങ്കിൽ ഓൾഡർ ജനറേഷൻ്റെ ഇത് നിൽക്കുകയാണ്. രാജശേഖരൻ സാർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവരൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് ഈ ഇവ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു തലമുറ ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വളരെ ആവേശകരമായ കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ പാനലിൽ ആരൊക്കെ ഉണ്ടാവണം. മറിയ അങ്ങനെ വന്നതാണ്, ആര്യ അങ്ങനെ വന്നതാണ്, രാഹുലും മിഥുൽ ജോഷിയും എല്ലാം അങ്ങനെ വന്നതാണ്. ഞാൻ നിങ്ങളെല്ലാവരും ബാക്കി എല്ലാം തന്നെയാണ്. നമുക്ക് ഏറ്റവും നോക്കൂ, നമ്മൾ സാധാരണഗതിയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പാനൽ ഡിസ്കഷന് ഒരു എബവ് 50 ആണ് മിക്കവാറും വന്നിരിക്കുന്ന എല്ലാവരും. 50, 60, 70 വയസ്സൊക്കെയുള്ള ഇത്രയും നാൾ കാർഷിക മേഖലയിൽ അവർക്കൊന്നും ഒരു അറിവില്ല എന്നുള്ള ഞങ്ങളൊരു ഏതാണ്ടൊരു എൻസൈക്ലോപീഡിയയാണ് ഡോക്ടർ രാജശേഖരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നേരത്തെ പഴഞ്ചൻ തലമുറ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ നമ്മുടെ പഴയ തലമുറയുടെ അറിവും പുതിയ തലമുറയുടെ ഈ രംഗത്തെ കെട്ടപ്പെടാനുള്ള അവരുടെ കരുത്തും നമുക്ക് കാർഷിക മേഖലയിൽ എത്തിക്കാൻ കഴിയണം. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കെല്ലാം കടന്നു പോവുകയല്ല. ഇതാണ് നമ്മുടെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായി നിരവധിയായ നിർദ്ദേശങ്ങളിലൂടെ വന്നു. വളരെ നല്ല കാര്യമെല്ലാമാണ്. ഇവിടെ രാവിലെ അനീഷ് രാവിലത്തെ പാനൽ ഡിസ്കഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നല്ല കൈയടി കിട്ടി. ഇവിടെ വല്ലരും ലോകത്തെ മറ്റ് രാജ്യങ്ങളെ നോക്കണമെന്ന് അനീഷ് അവിടെ നിന്ന് പറഞ്ഞതല്ല. അനീഷ് ഞങ്ങളെല്ലാം കൂടി ഒരു മീറ്റിങ്ങിൽ നിൽക്കുമ്പോൾ ബംഗാൾ ഗവർണറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഞാനാണ് അധ്യക്ഷൻ. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിൽ മുഖ്യ അതിഥിയാണ്. ഒരു പത്രത്തിൻ്റെ പരിപാടിയാണ് മലപ്പുറത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനന്ന് ഈ അനീഷിനോട് വരുമാനത്തെക്കുറിച്ച് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, പേഴ്സണലി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി പരസ്യമായി ചോദിക്കാറുണ്ട്. ചിലർ സത്യസന്ധമായി തുറന്നു പറയും, രാഹുലിനെ പോലുള്ളവർ കള്ളം പറയും. അപ്പോൾ ഈ അനീഷ് പറഞ്ഞു 5 ലക്ഷം രൂപയ്ക്ക് ഉള്ളു കിട്ടും സാറിന് പറഞ്ഞു. 5 ലക്ഷം രൂപയ്ക്ക് ഉള്ളു കിട്ടുമെന്ന് പറഞ്ഞു പെർ മന്ത്. ഞാനപ്പോൾ ആനന്ദബോസ് സാറിനോട് ബംഗാൾ ഗവർണറോട് ചോദിച്ചു, ഇത് അങ്ങ് കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വരുമാനത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഉടനെ ആനന്ദബോസ് സാർ ചോദിച്ചു എത്ര വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു. പറഞ്ഞു സാർ 5 ലക്ഷം പെർ മന്ത് ഓർ ഇയർ എന്ന് ചോദിച്ചു. എല്ലാ മാസവും കിട്ടും സാറിന് പറഞ്ഞു. 5 കൂടുതൽ. ഞെട്ടി അദ്ദേഹം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അപ്പോൾ ഉടനെ അത് കമൻറ്റ് ചെയ്തു, ടാക്സും കൊടുക്കണ്ട. വിഘ്നേശ്വരിയും ഈ ശ്രീറാം വെങ്കിട്ടരാമനും തോമസ് സാമുവൽ ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഓ, അപ്പോൾ വലിയ ശമ്പളം ഉണ്ടില്ലേ? മന്ത്രിക്ക് ഉള്ളപ്പോൾ ശമ്പളം കുറവില്ലേ? അപ്പം ഇവരൊക്കെ ടാക്സ് കൊടുക്കുന്നവരാണ്. ഈ അനീഷ് ടാക്സ് കൊടുക്കണ്ട,
ഈ രാഹുലിന് ടാക്സ് കൊടുക്കണ്ട, വേറെ ഇൻകം വന്നാൽ അത് ഞാൻ ആ കൃഷിയുടെ ഇൻകത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് ഈ തരത്തിൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 1,00,000 കർഷകർ കേരളത്തിൽ 2031 എത്തുമ്പോൾ പ്രതിമാസം 1,00,000 രൂപ കിട്ടുന്നവരായി നമ്മളിപ്പം ചെയ്യണ്ടേ? ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. നല്ലവണ്ണം ഒരു ചെറുപ്പക്കാർ ഇതിനകത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് നല്ല സഹായം ഉണ്ടാവണം, യന്ത്രങ്ങളുടെ സഹായം കിട്ടണം. നവോത്ഥാൻ പദ്ധതിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കർഷകൻ്റെ കൃഷിയിടത്തിൽ കൂടുതലായി കൃഷി ഉദ്യോഗസ്ഥർ വേണം. ഞങ്ങളുടെ ആശയമാണ്. ഞങ്ങൾ 2026 ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ ആ പദ്ധതി പറഞ്ഞതിവിടെ. കൃഷി ഉദ്യോഗസ്ഥരെ എവിടെയാണ് കിട്ടേണ്ടത്? കൃഷിഭവനിലല്ല. 80 കൃഷിഭവനുകൾ സ്മാർട്ടാക്കണം തീരുമാനിക്കുമ്പോൾ സ്മാർട്ട് കൃഷിഭവനാവുന്നത് കൂടി എന്താ? കുറച്ച് കമ്പ്യൂട്ടറും വെച്ചു, നല്ല കെട്ടിടവും വെച്ചു, കൊള്ളാം, ഗംഭീരം. സ്മാർട്ട് കൃഷിഭവനാവില്ല. ഞങ്ങൾ പരസ്യമായി പറഞ്ഞു, വർഷങ്ങൾ മുമ്പേ പറഞ്ഞു. കൃഷിഭവൻ സ്മാർട്ടാവണമെങ്കിൽ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന സേവനം സ്മാർട്ടാവണം. സ്മാർട്ടാവേണ്ടത് സേവനമാണ്. സേവനം സ്മാർട്ടാവണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിലേക്ക് എത്തണം. കൃഷിയുടെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അവർ കേവലം ക്ലർക്കുമാരല്ല, അവർ കൃഷി പഠിച്ചവരാണ്. കൃഷി പഠിച്ചവർ അവർ കൃഷിയിടത്തിൽ ആ സഹായം എത്തിക്കാൻ വേണ്ടി ചെല്ലണം. കൃഷിയുടെ ഡോക്ടർമാരാണോ? നമുക്കൊരു അസുഖം വന്നാൽ നേരെ ഡോക്ടറെ അടുത്ത് പോകും. കൃഷിക്ക് അസുഖം വന്നാലോ ഈ വിള പറിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ അങ്ങോട്ടേക്ക്? അപ്പോൾ കൃഷി ഡോക്ടർമാർ അവിടെ എത്തി. അപ്പോൾ അതിന് അവരുടെ മുകളിലുള്ള ജോലി ഭാരത്തിൽ കുറവും വരണം. ആ ഭാഗം കൂടി നമ്മൾ കാണാതെ പോകരുത്. തദ്ദേശ ഭരണ സ്ഥാപനം എല്ലാം പദ്ധതി അവരുടെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കും. പിന്നെ ഒരുപാട് മീറ്റിങ്ങുകൾ, റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഞങ്ങൾ കുറവ് വരുത്തിയിട്ടുണ്ട്. കൂടുതൽ സമയം അവരെ അവിടേക്ക് എത്തിക്കണം. ഇതിവിടെ കർഷകർ പറഞ്ഞൊരു ആശയം പറഞ്ഞു, ഞങ്ങളത് നടപ്പിലാക്കി തുടങ്ങി. ഞങ്ങൾ സ്മാർട്ട് കൃഷിഭവൻ ലക്ഷ്യം വെക്കുന്ന ആ അർത്ഥത്തിലാണ്. കൃഷി സ്മാർട്ടാക്കണമെങ്കിൽ കർഷകൻ്റെ കൃഷിയിടത്തിൽ അവർ എത്തണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, കർഷക അവാർഡ് കിട്ടിയാൽ അത് വളരെ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണത്. മീഡിയയുടെ പ്രശ്നം. മീഡിയ എന്തുകൊണ്ട് അങ്ങനെ ആവുമെന്ന് ചോദിച്ചാൽ സമൂഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. ഞാൻ തന്നെ ഒരിക്കൽ പരസ്യമായിട്ട് പറഞ്ഞു, ഈ കാര്യമെല്ലാം വന്ന അവസരത്തിൽ ഞങ്ങളുടെ ഏറ്റവും സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർഷകരാണ് എന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയൊരു സൂപ്പർ സ്റ്റാറും എനിക്ക് കേരളത്തിലില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുകയും ചെയ്തു. അതല്ലേ ശരിയല്ലേ? ഒരു ദിവസം ഒരു സിനിമയില്ലെന്ന് കൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ ഒരു ദിവസം ഭക്ഷണമില്ലെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇതറിയാവുന്നവർക്കും മറ്റേതത്തേക്ക് ഞാൻ അതിനകത്ത് ആരെയെങ്കിലും മോശക്കാരാക്കാൻ നിൽക്കുന്നതേ ഇല്ല. പന്നിയുടെ പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചു. കാട്ടുപന്നിയെ കൊന്നു തിന്നണമെന്ന് നമ്മൾ പറഞ്ഞു. കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊന്ന് ഭക്ഷണമാക്കാൻ കർഷകൻ അനുവാദം കിട്ടണം. പക്ഷേ അത് പരസ്യമായി നമ്മൾ പറഞ്ഞാണ്, രഹസ്യമൊന്നുമല്ല. ഞാൻ തന്നെ പരസ്യമായി പറഞ്ഞാണ്. ഞാൻ എൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാത്തതാണ് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊന്നു തിന്നുന്നതിനുള്ള അവകാശം കർഷകന് കൊടുക്കണം. അതിനകത്ത് അത് കേന്ദ്ര നിയമം അതിന് അനുവദിക്കുന്നില്ല. വന്യജീവി സംരക്ഷണ നിയമമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മറ്റും അനുവാദം കൊടുത്തുകൊണ്ട് ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിനൊരു ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചതിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതിപ്പോൾ നടക്കുന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു അഭിപ്രായമാണ്, നമ്മൾ പരമാവധി കേരളത്തിൽ നിയമങ്ങൾക്കകത്ത് ചില ഭേദഗതി വരുത്തി അതിനുള്ള സംവിധാനത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. ഒരു ഭേദഗതി നമ്മളിപ്പം സെൻറ്ററിലേക്ക് അയച്ചിരിക്കുകയും കൂടിയാണ്. പിന്നെ നമുക്ക് മിഷണറികൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് വേണമെന്ന് നേരത്തെ രാവിലത്തെ ചർച്ചയിൽ ശ്രീ അജി പറഞ്ഞു. ശരിയാണ്, നമുക്കൊന്നുകൂടി ഒരു ആലോചന നടത്താം. ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള മിഷണറികളിലേക്ക് നമ്മൾക്ക് എത്തേണ്ടതുണ്ട്. നമ്മൾ സിസിൽ ചന്ദ്രൻ രാവിലെ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമായിരുന്നു. അതൊന്ന് അദ്ദേഹം പറഞ്ഞത് ഹാരിസൺ മലയാളത്തിന് വേണ്ടി, ഹാരിസന് വേണ്ടിയിട്ടാണ്. സിസിൽ ചന്ദ്രൻ പോയോ എന്നറിയില്ല. സിസിൽ ചന്ദ്രൻ രാവിലെ പറഞ്ഞു ഹാരിസന് വേണ്ടി ക്യാപ്സിക്കം കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാട്ടുകൾ കേട്ടല്ലോ, പ്രതിമാസം 4 ലക്ഷം രൂപയധികം വരുമാനമുണ്ടെന്നാണ് പറഞ്ഞത്. ഇൻഡസ്ട്രിയുമായി ചേർക്കേണ്ടതുണ്ട് കൃഷിയെ. കൃഷി അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ, അപ്പോൾ ഇൻഡസ്ട്രി, എക്സ്പോർട്ട് അതിലേക്ക് കടക്കണം. നമ്മൾ ഇവിടുത്തെ ഇത് മാത്രമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു മറിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇവിടുത്തെ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നതിന് പ്രത്യേകത ഉണ്ട്. ഒരു എക്സോട്ടിക് ഫ്രൂട്ട്സ് നമ്മൾ പറയുമ്പോഴും ഇവിടുത്തെ പഴങ്ങൾക്ക്
ഡിമാൻഡുണ്ട്. ഞാൻ പലവരും ഞങ്ങളുടെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്നെ കാണാൻ ഒരിക്കൽ ഒരാൾ ആന്ധ്രയിൽ നിന്ന് വന്നു. അദ്ദേഹത്തിന് വേണ്ടത് കേരളത്തിൽ നിന്നുള്ള ചക്കയാണ്. ഞാൻ ചിരിച്ചുപോയി. പുറമെ അദ്ദേഹത്തെ കളിയാക്കുന്നത് ചിരിക്കുന്നതിലും എൻ്റെ മനസ്സിൽ ഞാനത് എന്ത് കഷ്ടായി പറയുന്നത്, കേരളത്തിൽ ചക്കയ്ക്ക് മന്ത്രിയുടെ ശുപാർശ വേണം ചക്ക കിട്ടാൻ. പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞതും ബാക്കി ഞാൻ കേട്ടപ്പോഴുമാണ് ചില പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ ചക്ക ഉണ്ടാവില്ലേ? വിയറ്റ്നാം ഏർലി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞറിയുമോ, സർ ഇവിടെ ഉണ്ടാവുന്ന ചക്കയ്ക്കാണ് ഗുണമേന്മ കൂടുതൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ താല്പര്യം. ഇത്രയും നമ്മളൊരു ചിലർ പറയില്ലേ, എന്താ ഗൾഫ് രാജ്യങ്ങൾ പെട്രോളിയം വലിയ സമ്പന്നതയിൽ നിൽക്കുന്നു. നമ്മുടെ സമ്പന്നമായ ഒരു ഭൂപ്രകൃതിയുണ്ട് ഇവിടെ. നമ്മുടെ ആണ്ടിൽ 6 മാസത്തെ മഴക്കാലമുണ്ട് ഇവിടെ. നമ്മുടെ പശ്ചിമഘട്ടമുണ്ട്. ഈ പശ്ചിമഘട്ടവും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ മണ്ണും ഈ മണ്ണിൽ വിളയിക്കുന്നതെല്ലാം ഏറ്റവും വിലപിടിപ്പുള്ള ഉണ്ടാക്കാൻ കഴിയുമ്പോൾ നമുക്കിവിടെ അതിനെ വിനിയോഗിക്കാൻ പറ്റണം. ആ വിനിയോഗിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഈ കൃഷിയുടെ കാര്യത്തിൽ കൂടുതൽ ഒരിടപെടൽ, ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിനെ കയറ്റി അയക്കേണ്ട സാധ്യത ഉൾപ്പെടെ ഇപ്പോൾ ഇൻഡസ്ട്രിയുമായിട്ടും എക്സ്പോർട്ടിങ് അടക്കമുള്ള കാര്യങ്ങളോട് നമുക്കിതിനെ ലിങ്ക് ചെയ്യാൻ പറ്റണം. ആണ് നേരത്തെ ഹാരിസിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ സിന്തൈറ്റിൻ്റെ നേരത്തെ ഇവിടെ ശ്രീ ഏലിയാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തി. കേരളത്തിലൊരു സമയത്ത് ഇഷ്ടം പോലെ മഞ്ഞൾ കൃഷിയുണ്ടായി. മഞ്ഞൾ കൃഷി ചെയ്തിട്ട് നാട്ടിൽ എന്തെങ്കിലും ചെയ്തെന്നറിയോ? മഞ്ഞൾ പൊടിപ്പിച്ച് പാക്കറ്റിനകത്താക്കിയിട്ട് ഓരോ പ്രദേശത്തിൻ്റെയും മഞ്ഞൾപ്പൊടിയും കൊണ്ടുള്ള വിൽപ്പന ആരംഭിച്ചു. എത്ര മഞ്ഞൾപ്പൊടി ഒരു വീട്ടിലേക്ക് ഒരു ദിവസം വേണ്ടി വരും? കൂടുതലായി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി പലയിടത്തും കിടക്കുകയാണ്. അവിടെയാണ് പ്രതിസന്ധി. നമ്മൾ പ്രാദേശികമായി നമുക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ ചിന്ത. നമ്മുടെ ചിന്ത കുറച്ച് മഞ്ഞളുണ്ടാക്കി, ആ മഞ്ഞൾ പൊടി ഉണ്ടാക്കി നമ്മളൊരു പേരിട്ടിട്ട് ആരെങ്കിലും വിളിച്ചു, ഉദ്ഘാടനം ചെയ്തു, വലിയ ബാക്കി നിന്നു. എവിടെ മാർക്കറ്റ് ചെയ്തു? കൊച്ചു മാർക്കറ്റിംഗ് പരിപാടി കൊണ്ട് നമ്മൾ അല്ല. ഞാൻ സിന്തൈറ്റുകാരെ സംസാരിച്ചപ്പോൾ എത്ര മഞ്ഞൾ നിങ്ങൾ ഉണ്ടാക്കുന്നോ അത്രയും മഞ്ഞൾ ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾക്ക് മഞ്ഞളിന് ഷോർട്ടേജാണ്. കോഴിക്കോടെ ചിലയിടത്തെല്ലാം മഞ്ഞൾ കൃഷി പ്രത്യേകമായി നടത്തിയിരുന്നു. ഞാൻ കോഴിക്കോട്ടോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ യോഗം വിളിക്കുക, സിന്തൈറ്റ് ഗവൺമെൻറ് നമുക്കൊരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കാം, കാപ്കോയുമായിട്ട് വെച്ചിട്ട് കൊടുക്കുക. അന്നേരം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. അത് മറിയ മനോഹരമായിട്ടിവിടെ പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടത്, ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? മോശപ്പെട്ട സാധനങ്ങൾ വിൽക്കാൻ പറ്റുമോ നമ്മൾ നോക്കുന്നില്ല. മോശപ്പെട്ട നിങ്ങൾ വേറെ തരംതിരിഞ്ഞ് മാറ്റണം. സർക്കാരിനെ കൊണ്ടെടുപ്പിക്കാൻ പറ്റുമോ നോക്കും. ഹോർട്ടികോർപ്പിൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ പറ്റുമോ നോക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. മെച്ചപ്പെട്ട സാധനം ഞാൻ ഉണ്ടാക്കിയാൽ ഞാനത് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിയാണെങ്കിൽ ഞാൻ ആ സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കും. മോശപ്പെട്ട സാധനം സർക്കാരിൻ്റെ മണ്ടയ്ക്ക് കൊടുക്കാൻ നോക്കും. അതോടുകൂടി ആ സർക്കാർ സംവിധാനം അത്രയും പൊളിയുകയാണ്, ഒരു സ്ഥാപനം പൊളിയുകയാണ്. അപ്പോൾ നമ്മളിത് സർക്കാരിൻ്റെ പൈസയല്ലേ, അതങ്ങ് പോയിക്കോട്ടെ എന്നാലോചിക്കും. പക്ഷേ അവിടെ ഒരു സ്ഥാപനം എന്നേക്കുമായി പ്രതിസന്ധിയിലാവുന്ന തരത്തിലേക്ക് എത്തും. ഇവിടെയാണ് നമുക്ക് ഞങ്ങൾക്കുണ്ടാവുന്ന മോശപ്പെട്ടത് എന്ത് ചെയ്യും? മോശപ്പെട്ടത് ഞങ്ങൾക്ക് പലതാക്കി മാറ്റാം. അതിന് ഞങ്ങൾക്ക് മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ തീരെ മോശമല്ലല്ലോ, പൊട്ടിയത് അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം വന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറ്റി അങ്ങോട്ടേക്കാം. പക്ഷേ നിങ്ങൾ കയറ്റി അയക്കാൻ തീരുമാനിച്ചാൽ, കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് ഏറ്റവും ഗുണമേന്മ ഉറപ്പുവരുത്തണം. ഗുണമേന്മ ഇല്ല എങ്കിൽ മറിയയുടെ ഒരു പാക്കറ്റ് അങ്ങോട്ട് പോയാൽ, ഒരു രാജ്യത്തേക്ക് പോയാൽ അടുത്ത ദിവസം അവർ തിരിച്ച് ഇങ്ങോട്ട് അയക്കുകയും ചെയ്യും, നേരെ വരികയും ചെയ്യും. പിന്നെ മേൽ ഈ കമ്പനിക്ക് ഓർഡർ കിട്ടുകയില്ല. നമുക്കാണെങ്കിലോ പ്രസാദ് അച്ചാർ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഇറക്കിയാൽ, ഞാൻ നാളെ എൻ്റെ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ നാട്ടിൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിൽ അടുത്ത ദിവസം പ്രോഡക്റ്റ് ഇറക്കും. എനിക്ക് വേറെ ചിലവൊന്നുമില്ല. മറിയയ്ക്കൊരു വിദേശത്തേക്ക് ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ വീണ്ടും പ്രതിസന്ധി, അവരുടെ സംഭവം തീരുകയാണ്. അപ്പോൾ നമുക്ക്, ഞാൻ ഇവിടെ കർഷകരോട് പറയുന്നു, ഇൻഡസ്ട്രിയുമായി നമുക്കതിനെ ചേർക്കാം. ഞാൻ കാപ്കോ പദ്ധതി ഇട്ടിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബിസിനസ് ടു ബിസിനസ് മീറ്റുകളും മറ്റ് മീറ്റുകളുടെയും വ്യാപകമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഗുണമേന്മയുള്ളത് ഉൽപ്പാദിപ്പിച്ചാൽ സാധാരണയേക്കാൾ കൂടുതൽ പണം നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിൽ അത് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. സിന്തൈറ്റിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ്. അതിന് നല്ലവണ്ണം ഈ ക്വാളിറ്റിയുടെയും ഗ്രേഡിങ്ങിൻ്റെയും കാര്യം മറിയ ഇവിടെ പറയുകയും ചെയ്തു. നല്ല മെച്ചപ്പെട്ട ഇടത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ശ്രീകാന്ത് പറഞ്ഞ് കൃഷി
നഷ്ടം, ശ്രീകാന്ത് തന്നെ പറഞ്ഞു കൃഷി നഷ്ടമല്ലെന്ന് സ്ഥാപിക്കാനുള്ള എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഏത് കർഷകനാണ് കൃഷി നഷ്ടമെന്ന് പറയാൻ പറ്റുക? ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്. ഞാൻ കൃഷിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളല്ല, ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്. മിക്കവാറും എല്ലാ കൃഷിയുടെ എന്നല്ല എങ്കിൽ പോലും ഏറെക്കുറെയുള്ള കൃഷികളെക്കുറിച്ച് രീതികളെക്കുറിച്ച് അറിയുകയും ചെയ്യാം. ഏത് കൃഷിയാണ് നഷ്ടം? ചില അവസരത്തിൽ വരും. ഇപ്പം വെണ്ടയ്ക്ക ഞാൻ ഉൽപ്പാദിപ്പിച്ചു, എനിക്ക് ഒരു 10 രൂപയെങ്കിലും കിട്ടിയേ ഒക്കുള്ളൂ, പക്ഷേ മാർക്കറ്റ് എല്ലാം ഇടിഞ്ഞു പോയി, പ്രതിസന്ധിയായി. അത് വരും. അതുകൊണ്ടാണ് എൻ്റെ 1 ഏക്കറുണ്ട്, ഞാൻ 1 ഏക്കറിലും വെണ്ടേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കണ്ട. എനിക്കൊരു 10 സെൻറ്റിൽ ഞാൻ വെണ്ട കൃഷി ചെയ്യുക, 15 സെൻറ്റിൽ വേറെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഏതിനെങ്കിലും ഉണ്ടാകുന്നൊരു വിലക്കുറവിനെ വേറെ ഒന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. കൃഷി ഒരിക്കലും നഷ്ടമൊന്നുമല്ല. പിന്നെ ചില പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നമുക്കുള്ള ഇടപെടുക എന്നുള്ളതാണ്. ഇവിടെ ശ്രീ സാബു നല്ലൊരു ഉദാഹരണമാണ്. നമ്മുടെ ഒരു FPO ആണ്. അദ്ദേഹം പറഞ്ഞു 4 ലക്ഷത്തിൽ തുടങ്ങി, ഇത് കേട്ട് കാണുമല്ലോ. കഴിഞ്ഞ വർഷം 24 ലക്ഷമായി. ഇക്കൊല്ലം സാബു പോയാ ഇക്കൊല്ലം 1 കോടിയിലേക്ക് എത്തും. അടുത്ത കൊല്ലം 5 കോടിയിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. നമ്മൾ വെറുതെ FPO എന്നൊക്കെ പറഞ്ഞ് പേരും എഴുതി ഒരു സംഘവും രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ നിൽക്കും. പിന്നെ അടുത്തത് പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ, അത് സാബുവും പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്ന് പറഞ്ഞു. അതിന് നമുക്ക് നിങ്ങൾ വേറെ സംവിധാനം ബാങ്കുകൾ അടക്കമുള്ളവർ എടുക്കണം. വേറെ ആരെങ്കിലും കൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പുറത്ത് പോകുക എന്നുള്ള കാര്യത്തിൽ നോക്കേണ്ടത്. അവർക്കെല്ലാം അത് പോകാൻ പറ്റും. മാർക്കറ്റിങ്ങിൻ്റെ സഹായം അനിവാര്യമാണ്. ഏത് പ്രോഡക്റ്റും ഞങ്ങൾ കൃഷി വകുപ്പിൽ തീരുമാനിച്ചു. ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് ഒരു കൃഷിഭവൻ 15 മൂല്യവർദ്ധിത ഉൽപ്പന്നം 2031 15,000 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പാക്കിംഗ് ഒരു ഘടകമാണ്. ഞങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായിട്ടാണ് ധാരണ ഉണ്ടാക്കിയത്, MOU വെച്ച്. 1000-ഓളം കർഷകർക്ക് കൃഷി വകുപ്പ് ഇതിനോടകം പരിശീലനം നൽകിക്കഴിഞ്ഞു. ആധുനിക പാക്കിംഗ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്. അവരുമായിട്ടാണ് കൃഷി വകുപ്പ് MOU വെച്ചിട്ട് കർഷകർക്ക് സൗജന്യ പരിശീലനം കൊടുത്തു. മെച്ചപ്പെട്ട പാക്കിംഗ് ചെയ്യണം. പാക്കറ്റ് കണ്ടാൽ വാങ്ങിക്കാൻ തോന്നണം. അതാണോ അതിൻ്റെ അടിസ്ഥാന ഘടകം? സാധനത്തിൻ്റെ ഗുണമേന്മയല്ലേ? സാധനത്തിൻ്റെ ഗുണമേന്മയോടൊപ്പം പാക്കിംഗ് ഘടകമാണ്. നമ്മൾ ഈ മാർക്കറ്റിനെ കാണണം. ബിസിനസ്സാണ് നടക്കുന്നത്. ഒരു ബിസിനസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ ബിസിനസ്സിലേക്ക് എത്തുമ്പോൾ അത് വരണ്ടാവും നമുക്ക്. ഞങ്ങൾ അങ്ങനെയാണ് ഈ കേരളാഗ്രോ ഒരു ബ്രാൻഡിങ്. കേരളാഗ്രോയുടെ സിമ്പിൾ ഒന്നില്ല ഇവിടെ. ഈ കേരളത്തിൻ്റെ ആ ചിഹ്നം ഒഴിച്ചാൽ ആ 3 ചിഹ്നങ്ങൾ കേര 2365 രൂപയുടെ പദ്ധതിയാണ്. ഞങ്ങളും കൃഷിയിലേക്ക് നേരത്തെ കൃഷിക്കൂട്ടങ്ങളെല്ലാം അതിൻ്റെ ഭാഗം വരുന്നതാണ്. മറ്റൊന്ന് കാപ്കോയാണ്, കേരള അഗ്രോ ബിസിനസ് കമ്പനി. നേരത്തെ അശോക് പറഞ്ഞല്ലോ, ഇവിടെ തിരുവനന്തപുരത്തിൽ വലിയ സെൻറ്റർ അതിൻ്റെ ഭാഗമായിട്ടിരുന്നു. സിയാൽ മോഡൽ. കേരളാഗ്രോ എന്നൊരു ബ്രാൻഡ് നെയിം കൊടുത്തു. ഇപ്പോൾ ഏതാണ്ട് 1000-ഓളം ഉൽപ്പന്നങ്ങൾ കേരളാഗ്രോ ബ്രാൻഡിലുണ്ട്. 14 ജില്ലകൾ, ഒരു ജില്ലയിൽ ഒരു ഷോറൂം ഈ ഉൽപ്പന്നം മാത്രം വിൽക്കാൻ, കേരളാഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കാൻ. അതാര് നടത്തും? സർക്കാരെല്ലാം നടത്താൻ പോകരുത്. ഞങ്ങൾ കൃഷിക്കൂട്ടങ്ങളെയും FPOകളെയും സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഏൽപ്പിച്ചു. ചിലതൊക്കെ ചില പ്രയാസങ്ങളുണ്ടാവും, അത് നമുക്ക് പരിഹരിക്കും. ഞങ്ങളതിന് സാമ്പത്തിക സഹായം കൂടി നൽകി ഈ ബ്രാൻഡഡ് ഷോറൂമുകൾക്ക്. ഇങ്ങനെയൊക്കെ ഉള്ള സഹായങ്ങളിലൂടെ നമുക്ക് ഇതിനെ വർദ്ധിപ്പിച്ച് കൊണ്ടുപോകേണ്ടതുകൊണ്ടാണ്. ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സൗകര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരളാഗ്രോയുടെ ബ്രാൻഡ് നെയിമിലേക്ക് അവരെത്തുക. ആ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സൗകര്യങ്ങൾ നമുക്ക് വീണ്ടും ഉണ്ടാവുന്നതായിരിക്കും. പ്ലാന്റേഷൻ ആക്ടിൻ്റെ ഭേദഗതിയെക്കുറിച്ച് സൂചിപ്പിച്ചു. അതൊക്കെ തീർച്ചയായിട്ടും അതിനകത്തൊരു ഇടവുണ്ടാവും. നമുക്കെങ്ങനെയാണ് ഞങ്ങൾ തന്നെ രാവിലെ പറഞ്ഞത്, വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മളിതെല്ലാം അയക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത്, കൂടുതലിടങ്ങളിലേക്ക് ഇതെല്ലാം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു 10,000 കോടിയുടെ അന്താരാഷ്ട്ര ബിസിനസ് കേരളത്തിൽ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുണ്ടാവണമെന്നാണ്. അതിൽ ഈ പറഞ്ഞൊരു പ്രതിസന്ധിയായിട്ട് പറഞ്ഞത് ഈ ഫ്രൈറ്റ് സബ്സിഡിയുടെ കാര്യമാണ്. കേരളത്തിന് അത് എത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല, നമുക്ക് ആലോചിക്കാം. പക്ഷേ ഒരു മാർക്കറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട് കാര്യം പറഞ്ഞു, മറിയ പറഞ്ഞൊരു കാര്യമാണ്. അത് നമുക്ക് കാപ്കോയുടെ മുൻകൈയിൽ നമുക്ക് വെക്കാം. 10,000 കോടി രൂപ 2031 എത്തുമ്പോൾ 10,000 കോടിയുടെ ബിസിനസ് നമുക്ക് വിദേശങ്ങളുമായി നടത്താൻ കഴിയണമെങ്കിൽ ഉതകുന്ന തരത്തിൽ കാപ്കോയെ സജ്ജമാക്കി നമുക്ക് ഈ സംവിധാനത്തെ കൊണ്ടുവരാനാണ്. നമ്മളിപ്പോൾ
ഇപ്പോൾ തന്നെ നമ്മൾ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു അലയൻസ് സമ്മിറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഈ ബിസിനസ്സിനെ വ്യാപിപ്പിക്കുന്ന തരത്തിൽ അതിനെ കൊണ്ടുപോവുക എന്ന തരത്തിലാണ്. അതിനൊരു ഇടപെടൽ നമ്മൾ നടത്തുന്നതായിരിക്കും. പിന്നെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുകൂടെ സൂചിപ്പിക്കുകയുണ്ടായി. മിഥിൽ അത് പറഞ്ഞു. ഇതിൻ്റെ നമ്മൾ കൃഷിയിടങ്ങളിൽ നെല്ല് കാർഷിക സർവകലാശാല, ഞാൻ രാവിലെ പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്, വിത്ത് വിതയ്ക്കുന്നതിന് ഡ്രോണുകളെ ഉപയോഗിച്ച് നമ്മൾ തുടങ്ങി. കൃഷിയിടങ്ങളിൽ പിന്നെ കുറേയേറെ സംശയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ ജോസഫ് ഒരു ഇത് കുറിച്ച് തന്നിരുന്നു. കൃഷിഭവൻ്റെ സഹായത്തോടെ കൃഷി ചെയ്യുന്ന കൂൺ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നു. കൂൺ ശേഖരിക്കുന്നതിന്, കർഷകരിൽ നിന്ന് കൂൺ ശേഖരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. കൂൺ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാട്ടിൽ നമ്മൾ എത്തിച്ച് നമ്മൾ അതിനൊരു ബിസിനസ് മോഡലാക്കുക എന്നതായിരിക്കും നല്ല ചെയ്യുന്ന പരിപാടി. അല്ലാതെ നമുക്കൊരു പരിപാടി ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവണ്ണം പോകുന്ന തരത്തിലേക്ക് എത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു പദ്ധതി ആവിഷ്കരിച്ച് കൂൺ ഗ്രാമത്തിൻ്റെ ഭാഗമായി തന്നെ അതിനെങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം ആലോചിക്കാം. അതിനുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നതായിരിക്കും. കേരളത്തിൽ കൂൺ, മില്ലറ്റ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്ന ഉപയോഗം കുറവാണ്. പോഷകമൂല്യത്തെക്കുറിച്ച് കൂടുതലായി ജനങ്ങൾ അറിയേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചാണ് അഞ്ജന ചാലക്കുടിയിൽ നിന്ന് വന്നതെല്ലാം. ഈ വിടവ് നികത്താൻ ഉള്ള ഇടപെടൽ ഞങ്ങളതുകൊണ്ടാണ് പോഷക സമൃദ്ധി മിഷൻ എന്നൊരു മിഷൻ രൂപീകരിച്ചു. അത് ആരോഗ്യവുമായി കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനെല്ലാം. കൃഷി, ഭക്ഷണം, അത് ആരോഗ്യം, ജീവിതം എന്നുള്ള ഇടത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഈ പദ്ധതി കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുണ്ടാകും. നെല്ലിൻ്റെ സംഭരണ വില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇടപെടൽ, ഒരു ക്വസ്റ്റ്യൻ ഇവിടേക്ക് വന്നിരുന്നു. വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് കൃഷി വകുപ്പിൻ്റെ അഭിപ്രായം. നെല്ലിൻ്റെ സംഭരണത്തിൽ വില വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണുള്ളത്. ഗോഡൗൺ ആരംഭിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. കൃഷി വകുപ്പ് മുൻകൈ എടുത്തൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ശ്രീ ബേബി, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ചെയർമാനായ കമ്മിറ്റിയായിരുന്നു. അന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ഈ ഇരിക്കുന്ന ശ്രീറാം വെങ്കട്ടരാമൻ. ശ്രീറാമും ശ്രീമതി ആരതിയും അംഗങ്ങളായി ഇവർ 3 പേരും കൂടി ചേർന്ന് കമ്മിറ്റി സർക്കാരിലേക്ക് ഒരു റിപ്പോർട്ട് തന്നു. അതിനകത്ത് പാഡി പ്രൊക്യൂർമെൻറ്റ് സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അടുത്ത ദിവസം മീറ്റിങ്ങും വിളിച്ചിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ നമുക്ക് 2030 എത്തുമ്പോഴേക്കും ഏറെക്കുറെ അതെല്ലാം കേരളത്തിന് അനിവാര്യമാകുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ തരത്തിൽ മുന്നോട്ടേക്കും പോകുന്നുണ്ട്. രാസവളത്തിൻ്റെ സബ്സിഡിയെക്കുറിച്ചൊരു ഇവിടെ പരാമർശങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരാണ് രാസവളത്തിൻ്റെ വില നിശ്ചയിക്കുന്നതിന് കാരണമാകുന്നത്. അല്ലെങ്കിൽ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാസവളത്തിൻ്റെ വില അമിതമായി വർദ്ധിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ പൊട്ടാഷ്, ഫോസ്ഫറസ് വളങ്ങൾക്ക് നൽകുന്ന സബ്സിഡി വളരെയധികം കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് ബജറ്റ് നോക്കിയാലും അതിനെ കുറഞ്ഞു വരുന്നതായി കാണാം. 22-23 7122 കോടി രൂപ സബ്സിഡിക്കായി നീക്കിവെച്ചിരുന്നു എങ്കിൽ 25-26 അത് 49,000 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ഈ കുറഞ്ഞത് വിലയിൽ പ്രതിഫലിക്കുകയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഈ സബ്സിഡി വർദ്ധിപ്പിക്കണം എന്നൊരിടത്തിൽ. പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് ധനസഹായം വർഷങ്ങളായിട്ട് വൈകിയാണ് ലഭിക്കുന്നത്. അതിൻ്റെ പരിഹരിക്കണം എന്നൊരിടത്തിലാണ് ഒരു ചട്ടിക്കുളത്ത് നിന്നുള്ളൊരു കർഷകർ, ഇവിടെ എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല എന്നിരുന്നെല്ലാം, ഇത് പരിഹരിക്കുന്ന നടപടികൾ കൃഷി വകുപ്പ് എടുത്തിട്ടുണ്ട്. വളരെ വേഗം തന്നെ അതിൻ്റെ പരിഹാരം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഇവിടെ എഴുതി വന്ന കുറച്ച് നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ രാവിലെ പറഞ്ഞ ഇതിൽ നിന്നും വീണ്ടും ആവർത്തിക്കാൻ ഒരുമ്പെടുന്നില്ല. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ വിനിയോഗിക്കണം. ഞാൻ സാധ്യതകളുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ പശ്ചിമഘട്ടവും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ മണ്ണും ഭൂപ്രകൃതിയും മെച്ചപ്പെട്ട ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നൊരിടമായി കേരളം അങ്ങനെ ഇടമാണ് കേരളം എന്നത്. അനന്തമായ ആ സാധ്യതകളെ പ്രയോഗിച്ചാൽ കൃഷിയും കൃഷി അനുബന്ധ വ്യവസായവും ഒരേപോലെ ഉയർന്നു വരും. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നേരത്തെ തൊഴിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഇത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആര്യ നിന്നിട്ട് പറഞ്ഞില്ല. ആര്യ പറയുമ്പോൾ ആര്യ ഒരു കൃഷിക്കൂട്ടത്തിൻ്റെ ആണ്. ഞാൻ രാവിലെ കൃഷിക്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്തിനാണ് ഈ കർഷക സംഘടനകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ എന്നൊക്കെ ആലോചിച്ചിരുന്നു. ആ ഗ്രൂപ്പുകൾ അനിവാര്യമാണ് എന്നത് ഇതിലൂടെയാണ് നമുക്ക് തരുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഗ്രീൻ ബൗൾ എന്നൊരു കൃഷിക്കൂട്ടം അഞ്ചലിൽ പ്രവർത്തനം തുടങ്ങി.
ആര്യയെപ്പോലൊരു MSc ഗ്രാജുവേറ്റ് വന്ന് നിന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു, ഇനി ഇത്ര പേർക്ക് വീണ്ടും തൊഴിൽ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവുകയാണ്. നേരത്തെ ചോദിച്ചല്ലോ ഇവിടെ കണ്ണൂരിൽ നിന്നുള്ള അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾക്ക് മരുന്ന് തെളിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ ഡ്രോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദിച്ചു. ഇതിനുള്ള സഹായങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ, മെഷീനറീസൊക്കെ വാങ്ങുന്നതിന് സ്മാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ സഹായം നൽകുന്നുണ്ട്. ഞാനിപ്പോൾ സ്റ്റേറ്റ് എഞ്ചിനീയറോട് ചോദിച്ചു, നമ്മൾ എത്ര ഡ്രോൺ കൊടുത്തു. ഈ ഗവൺമെൻറ്റിൻ്റെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഡ്രോൺ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് ആലോചിച്ചത്. ഇതൊക്കെ കണ്ടു, നമുക്ക് തന്നെ അത്ഭുതമാകുന്നു, ഇത് കൊള്ളാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കാർഷിക മേഖലയ്ക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ നമുക്ക് എത്ര ഡ്രോണുകൾ കൊടുക്കണമെന്ന് ആലോചിച്ചു. ഇതിനോടകം 43 ഡ്രോണുകൾക്ക് കൃഷി വകുപ്പ് സഹായം നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 43 ഡ്രോണുകൾക്ക് കൃഷി വകുപ്പ് സാമ്പത്തിക സഹായം, വ്യക്തിക്കാണെങ്കിൽ 50% സഹായം കിട്ടും. ഇനി കൃഷിക്കൂട്ടത്തിനാണെങ്കിൽ ആ കൃഷിക്കൂട്ടത്തിന് 80% സബ്സിഡി കിട്ടും, 20% അവർ മുടക്കിയാൽ മതിയാവും. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു സർക്കുലറെല്ലാം പോയിട്ടുണ്ട്, അവർ കൂടി ഇടപെട്ടാൽ അത് 100% സബ്സിഡിയോടുകൂടി. ഇപ്പോൾ 10 ലക്ഷം രൂപ വന്നാൽ 8 ലക്ഷം രൂപയും സർക്കാർ കൊടുക്കും ഈ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇത് രാവിലെ ഇവിടെ നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് റബ്ബറിന് മഞ്ഞരിക്കാൻ പറ്റുമോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ കവുങ്ങ് കൃഷിയുടെ ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് കവുങ്ങിന് കാർബൺ ഫൈബർ പോളാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നമ്മുടെ തോട്ടിക്ക് വേറൊന്നാണ്, വെയിറ്റ് കുറവായിരിക്കും ഈ കാർബൺ ഇതാകുമ്പോൾ. അത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് മറ്റേ ട്യൂബും എല്ലാം ഘടിപ്പിച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് അടിക്കാനാണ്. നമുക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാൻ പറ്റിയാൽ അവിടുത്തെ ഏതെങ്കിലും കൃഷിക്കൂട്ടത്തിന് അത് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അവർ പോയിട്ടില്ല എന്ന് കരുതുന്നുണ്ട്, അക്കാര്യം കൂടി അവരൊന്ന് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫിസിലേജിൻ്റെ മിഥുൻ ജോയി പോയോ? നമുക്ക് അത്തരത്തിൽ യന്ത്രങ്ങൾക്ക് ഉള്ളതെല്ലാം ഉണ്ടാവും. 2031 കേരളത്തിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും സ്മാർട്ട് കൃഷിയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. കൃഷിക്കാരനും സ്മാർട്ടാവണം, കൃഷിയും സ്മാർട്ടാവണം. അപ്പോൾ ഇവിടുത്തെ ജീവിതവും സ്മാർട്ടായിത്തീരും. ആ സ്മാർട്ട് കൃഷി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ചേർത്ത് വെക്കുന്ന കൃഷിയാണ്. ഖദർ ആപ്പ് നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. കൃഷിക്കാരന് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കണം, ആധുനിക ശാസ്ത്ര സാങ്കേതികതകൾ ഉണ്ടാവണം. നേരത്തെ ഇവിടെ അനീഷ് പറഞ്ഞിട്ട് പോയി, സെൻസറുകളുടെ കാര്യത്തിൽ IoT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം നമ്മുടെ കാർഷിക മേഖലയിലേക്ക് എത്തണം. എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണം, എനിക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് ഉൾപ്പെടെ എല്ലാം എൻ്റെ മൊബൈൽ ഫോണിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ സംവിധാനങ്ങൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് അത്യന്താപേക്ഷമാണ്. കൂടുതൽ ചെറുപ്പക്കാർ, ഞാൻ പറഞ്ഞ ജെൻ സിയും ജെൻ ആൽഫയുമെല്ലാം കൂടുതൽ നമുക്ക് കാർഷിക മേഖലയിലേക്ക് എത്തണം. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ നമ്മുടെ ഐക്കൺസ് പരമ്പരാഗതമായ പഴയ അറിവുള്ള കർഷകരെ തഴയുക എന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഈ വേദിയിൽ ചെല്ലപ്പഞ്ചേട്ടനെ ആദരിച്ചു. ചെല്ലപ്പഞ്ചേട്ടനെ ആദരിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ മറിയയും രാഹുലും അടക്കമുള്ള ആര്യയും അടക്കമുള്ള ജെൻ സി ആണ് നമ്മൾ കാണുന്ന. ഇതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ മാതൃകകളാക്കാൻ പറ്റുന്നവർ എന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. 2-3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമാണ്. 2026 മുതൽ 2031 വരെ നീണ്ടു നിൽക്കുന്ന ഒരു 5 വർഷക്കാലം ഒരു വനിതാ കർഷക വികസന പദ്ധതി പ്രത്യേകമായി കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. ഞങ്ങളൊരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു. സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറഞ്ഞതിൻ്റെ എൻ്റെ അടുത്തൊരു അനുഭവമായിരുന്നു അത്. 100 വനിതാ കർഷകരുടെ വിജയകഥകൾ, സക്സസ് സ്റ്റോറീസ് പ്രസിദ്ധീകരിക്കണം എന്ന് ആലോചിച്ചു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, 100 പേരുണ്ടാകുമോ? 100 അല്ല സാർ എന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ച് 10-200 പേര് കാണും നല്ല വിജയിച്ചവർ എന്ന്. കണക്കെടുക്കുകയും ലിസ്റ്റ് വരികയും ചെയ്തപ്പോൾ 100 200 500 1000-അപ്പുറത്തേക്കാണ് മെച്ചപ്പെടുന്നത്. പുസ്തകമാക്കാൻ തീരുമാനിച്ചു. അതിലവിടെ ഒന്ന് ഇത്രയും വലിയ പുസ്തകമൊന്നും ആക്കിയാലൊന്നും എടുക്കത്തില്ല. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇറക്കാം. പക്ഷെ ആദ്യ ഘട്ടം ഇറങ്ങാൻ പോയ പോക്ക് തിരിച്ചു തരം വന്നിട്ടില്ല കേട്ടോ. ആർക്കാ അതിൻ്റെ ചുമതല? അഡീഷണൽ ഡയറക്ടർമാർ പരസ്പരം നോക്കുന്നു. ഒരാൾ അടുത്ത ആളുടെ മുഖത്ത് നോക്കുകയാണ്,
എനിക്കല്ല ഉത്തരവാദിത്വം അടുത്ത ആളിനാണെന്നുള്ള തരത്തിലാണ്. ആർക്ക് ഉത്തരവാദിത്വമായാലും ഇതുവരെയും തിരിച്ചിങ്ങെത്തിയിട്ടില്ല. നമുക്ക് ഡിസംബറിൽ അത് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും മനോഹരമായിട്ടാണ് ജനം അറിയണമല്ലോ. ഇത്രയും ഇങ്ങനെ കാർഷിക മേഖലയിൽ നല്ല പങ്കാളിത്തമുണ്ട് കേട്ടോ വനിതകളുടെ. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് വനിതകളുടെ പങ്കാളിത്തം ഈ രംഗത്തുള്ളതെല്ലാം. എൻ്റെ അനുഭവം കൂടി അതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൃഷിക്കൂട്ടങ്ങൾ, സംരംഭകർ, വനിതാ FPOകൾ, ഈ നേരത്തെ പറഞ്ഞ കയറ്റുമതിക്കുള്ള സഹായം, വിവിധ കൃഷി വികസന പദ്ധതികൾ, പരിശീലനങ്ങൾ, സാങ്കേതിക വിദ്യകൾ ലഭിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള പദ്ധതിയായിട്ടായിരിക്കും ഈ വനിതാ കർഷക വികസന പദ്ധതി 2031 ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്നത്. മാതൃകയായി പ്രവർത്തിക്കുന്ന ധാരാളം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഞങ്ങളുടെ കൃഷി വകുപ്പിൽ മന്ത്രിയേ ഉള്ളൂ പുരുഷൻ, അല്ലെങ്കിൽ ഡയറക്ടറേ APCയൊക്കെ ഉള്ളൂ. ഭൂരിപക്ഷം വിഘ്നേശ്വരിക്കും സംഘത്തിനുമാണ്. You are the majority in the agriculture department. You know about that? Okay. Majority of them are from your side. അപ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷവും ഞങ്ങളുടെ കൃഷി വകുപ്പിലെ മഹാഭൂരിപക്ഷവും വനിതകളാണ്. ഞങ്ങളുടെ കരുത്തതാണ്. വളരെ നന്നായി മുന്നോട്ട് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതും അവരാണ് എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പുതിയ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ വനിതാ ഉദ്യോഗസ്ഥരുടെ അനുഭവങ്ങളും അവരുടെ ആശയങ്ങളും കൂടി ഉൾപ്പെടുത്തിയായിരിക്കും. അല്ലാതെ ഈ പുരുഷന്മാർ നയിക്കുന്ന പുരുഷ കേന്ദ്രീകൃതമായ ഒരു പദ്ധതി ആയിരിക്കില്ല അത്. സർവീസ് ഉണ്ടാവും അത്രയും കാലം. ഈ 31 വരെ ഉണ്ടോ? ഇല്ല. അടുത്ത മാസം പോകും. അപ്പോൾ എന്തായാലും വരുമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ അനുഭവവും അവരുടെ നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക. നമ്മൾ വിത്തുത്സവം നടത്തിയിരുന്നു. വലിയ അനുഭവമായിരുന്നു അത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ആവർത്തിക്കുന്നില്ല. എല്ലാ ജില്ലകളിലും വരുന്ന 5 വർഷക്കാലവും വിത്തുത്സവം സംഘടിപ്പിക്കുന്നതായിരിക്കും. താങ്ങുവില നമുക്ക് വിവരപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ പഴം, പച്ചക്കറികൾക്ക് അടിസ്ഥാന വില ഉൾപ്പെടെ 20 വിളകൾക്കാണ് താങ്ങുവിലകൾ നിലവിലുള്ളത്. ഈ പദ്ധതി 30 വിളകളിൽ വരുന്ന വർഷങ്ങളിൽ നടപ്പിലാക്കണം എന്നാണ് സർക്കാർ 2031 ലക്ഷ്യം വെക്കുമ്പോൾ ഉള്ളത്. സ്മാർട്ട് കൃഷിഭവനും കൃഷി സ്മാർട്ടാക്കലും ഉണ്ട്. സ്മാർട്ട് കൃഷിഭവനും കൃഷി സ്മാർട്ടാക്കലും 80 സ്മാർട്ട് കൃഷിഭവൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 250 കൃഷിഭവനുകൾ 2031 എത്തുമ്പോഴേക്കും കേരളത്തിലെ 250 കൃഷിഭവനുകൾ സ്മാർട്ട് കൃഷിഭവനുകളായി, പുതിയ രൂപത്തിലുള്ള സ്മാർട്ട് കൃഷിഭവനുകളായി മാറണം. 1076 കൃഷിഭവനുകളെയും സ്മാർട്ടാക്കാൻ പറ്റും. അത് ഘട്ടം ഘട്ടമായിട്ടാണെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കെട്ടിടങ്ങളുടെ ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ് ഇതെല്ലാം പറഞ്ഞത്. പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിലും ഞങ്ങൾ പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിച്ച് ഈ ഗവൺമെൻറ് കാലത്താണ് നടപ്പിലാക്കിയിരുന്നത്. ഫ്രൂട്ട് ക്ലസ്റ്ററുകളെല്ലാം. അതുകൊണ്ട് ആ പദ്ധതി വിപുലപ്പെടുത്തും. 300 പഞ്ചായത്തുകൾ നാടൻ പഴവർഗ്ഗങ്ങളുടെയും സാധ്യമായ വിദേശങ്ങൾ, ഈ റംബുട്ടാനും മാങ്കോസിനൊക്കെ നാടനല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അതിനൊരു പ്രത്യേകമായ ഒരു പദ്ധതി ഈ ഗവൺമെൻറ് കാലത്താണ് ആവിഷ്കരിച്ചത്. അത് 300 പഞ്ചായത്തുകളിലേക്ക് വിപുലപ്പെടുത്തും. പുഷ്പകൃഷി വളരെ മെച്ചപ്പെട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ. പൂക്കൾ പോലും അല്പം പോലും കൃഷി ചെയ്യുന്നതൊക്കെ ചില മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് പറയുന്ന കേൾക്കുമ്പോൾ കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അവർ അറിയാതെ പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൂക്കൃഷിയും ചെയ്ത അനുഭവവും എനിക്കുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് എനിക്ക് പൂക്കൃഷി ചെയ്യാൻ കഴിയാതെ പോയത്. ധാരാളം പേർ എൻ്റെ നാട്ടിലുൾപ്പെടെ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 200 പഞ്ചായത്തുകൾ പുഷ്പകൃഷിക്ക് പ്രത്യേകമായി ഉള്ള കേന്ദ്രങ്ങളായി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ പുഷ്പഗ്രാമങ്ങൾ പൂക്കളുടെ ഗ്രാമങ്ങളായി മാറുന്ന ഇടങ്ങളായി നമുക്ക് 200 പഞ്ചായത്തുകളെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് അവിടങ്ങളിൽ കൂടുതലായി പൂക്കൃഷിക്ക് പ്രത്യേകമായ പ്രോത്സാഹനം നൽകും. പൂർണ്ണമായും ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടതും പോഷക സമൃദ്ധി മിഷൻ്റെയും പ്രവർത്തനങ്ങൾ നമുക്ക് വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ന്യൂട്രീഷൻ സെൻസിറ്റീവ് അഗ്രികൾച്ചർ വിപുലപ്പെടുത്തി ആഭ്യന്തര വിപണിയും വിദേശ വിപണിയും ലക്ഷ്യമിട്ട് കേരളത്തിൻ്റെ കൃഷി ഒരു പുതിയ പന്ഥാവിലേക്ക് മാറ്റും. സുഗന്ധവിളകളുടെ വ്യാപനമുണ്ട്. കുരുമുളക്, മഞ്ഞൾ, ഇഞ്ചി, ജാതി, ഗ്രാമ്പു തുടങ്ങിയവരുണ്ട്. അതിന് ഞങ്ങളിപ്പം സിന്തേറ്റ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളത് ഗവൺമെൻറ് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സഹായം ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രത്യേകമായ പരിപാടികൾ ആവിഷ്കരിച്ച് അത് കേരളത്തിൽ വ്യാപകമാക്കും.
ചില കരാറുകളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കുറേ വ്യാപാര കരാറുകളുണ്ട്. ആ കരാറുകൾ സംസ്ഥാനങ്ങളുമായി, സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യാതെയാണ് ചില കരാറുകളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് സംസ്ഥാന കൃഷിമന്ത്രിമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും സംയുക്തമായി അത്തരം കരാറുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും വേണമെന്നാണ് കേരളം അഭിപ്രായപ്പെടുന്നത്. ഭാവി അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവണം. ഓരോ വർഷവും സംരംഭകർ, കയറ്റുമതി, ആഭ്യന്തര ഉപയോഗം എന്നിവ വിലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അഗ്രി ബിസിനസ് മീറ്റുകൾ കേരളത്തിൽ റീജിയണലായി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പ്രായോഗികമായി അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് പ്രധാനമായി നമുക്ക് ഊന്നൽ കൊടുത്തു അല്ലെങ്കിൽ ആഡ് ചെയ്ത് പറയാനുള്ളത്. വലിയ പദ്ധതികൾ നമ്മൾ ഈ കാലത്ത് നടപ്പിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 കേരളത്തിലെ ഒരു കർഷകനുള്ള വരുമാനത്തേക്കാൾ 2024 എത്തിയപ്പോൾ നമുക്ക് 61% വർധനവിലേക്ക് ഈ കാലത്ത് കേരളത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 50% വരെ കൂടി, അല്ല ഇരട്ടിയിൽ കൂടുതൽ നമുക്കാക്കാൻ പറ്റണം. വലിയ ഒരു മുന്നേറ്റം നമുക്ക് കൃഷിക്കൂട്ടങ്ങളിലൊക്കെ വന്നു. കാപ്കോയുടെ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു. കേര 2365 കോടിയുടെ പദ്ധതിയാണ് തുടങ്ങി. പദ്ധതി കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ കൃഷി വകുപ്പിൽ ഒരു വലിയ പദ്ധതി നടപ്പിലാവുന്നത്. ഇതൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കെന്നാലും ചില പ്രയാസങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ബുദ്ധിമുട്ട്, വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നം, അതെല്ലാം പരിഹരിക്കാൻ കൃഷി വകുപ്പ് ആദ്യമായിട്ടാണ് അതിനുവേണ്ടി പണം ചെലവഴിച്ചത്. വന്യമൃഗശല്യത്തിൻ്റെ വിഷയത്തിനകത്ത് നമ്മുടെ മുമ്പിൽ നമ്മൾ സോളാർ ഫെൻസിങ്, കിടങ്ങു കുഴിക്കലിനൊക്കെ പൈസ കൊടുക്കലായിരുന്നു. ഞങ്ങളതൊന്ന് മാറ്റി നോക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ AI സഹായത്തോടെയും മറ്റും ഉള്ള ഉപകരണങ്ങൾ ധാരാളമായി ഇന്ന് ഉണ്ട്. ഹൈദരാബാദിലുള്ള നാഷണൽ അക്കാഡമി ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഞങ്ങൾ പോയി. ഞങ്ങൾ അവിടുത്തെ സ്റ്റാർട്ടപ്പുകൾ അവർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. AI ബേസ്ഡാണ് പലതും. വന്യമൃഗങ്ങളെ ഓടിക്കാൻ ഏറ്റവും അത്യുത്തമമാണ്. വലിയ പൈസയും ആവുന്നില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇക്കൊല്ലം തന്നെ നമ്മൾ അതിലേക്ക് കൂടി നീങ്ങും. കർഷകർക്കൊരു സഹായകമാവുന്ന തരത്തിലേക്ക് അത്തരം കാര്യമെല്ലാം ഉണ്ടാവും. കൂടുതൽ പണം നമുക്കത് ചെലവഴിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് നവീനവും സുസ്ഥിരവും സ്വയം പര്യാപ്തവും ആയ കാർഷിക കേരളത്തെ 2031 സൃഷ്ടിക്കാൻ കഴിയുക. കൃഷി എന്നത് ഭക്ഷണത്തിൻ്റെ ഘടകമാണ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ 95% കൃഷിയിൽ നിന്നാണ്. ഭക്ഷണം മോശമായാൽ ആരോഗ്യം മോശമാകും. ആരോഗ്യം മോശമായാൽ ജീവിതവും മോശമാകും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് ഭക്ഷണത്തിലേക്കാണ്. ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിലല്ല, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാവുന്ന കൃഷിയിലേക്കാണ്. നല്ല കൃഷി ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം നല്ല ആരോഗ്യം, നല്ല ആരോഗ്യം നല്ല ജീവിതം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ ഹൃദ്രോഗ വിദഗ്ധന്മാരുടെ കാർഡിയോ വാസ്കുലർ റിസർച്ച് സൊസൈറ്റി ഒരു മീറ്റിങ്ങിൽ അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ എറണാകുളത്ത് അവരുടെ പരിപാടിയിൽ പങ്കെടുത്തു. സംസാരിച്ച മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തു നിൽക്കുമ്പോൾ എല്ലാം ഡോക്ടർമാരാണ്. അവർ സംസാരിക്കാനെല്ലാം വന്നുകൂടി. കൂട്ടത്തിൽ ഒരു ഡോക്ടർ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഹീസ് ഡോക്ടർ ഗീവർ സക്കറിയ ഫ്രം തൃശ്ശൂർ. തൃശ്ശൂരുകാരുണ്ട്, അവർക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ്. വളരെ രസകരമാണ് ആ പുസ്തകം. അദ്ദേഹം എന്നോട് പറയാൻ വന്നത് ആയുർദൈർഘ്യം കൂടുതലുള്ള മേഖലകളെക്കുറിച്ചുള്ള കാര്യമാണ്. എന്തുകൊണ്ട് അവിടെ ആയുർദൈർഘ്യം കൂടുന്നു? അദ്ദേഹം അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഈ ലോകത്ത് അങ്ങനെയുണ്ട് കേട്ടോ. ആയുർദൈർഘ്യം കൂടുതലുള്ള മേഖലകൾ. കേരളമൊന്നും ആയുർദൈർഘ്യം കൂടുതലുള്ള മേഖലയല്ല. ആയുർദൈർഘ്യം കൂടുതലുള്ള മേഖലകളെ വിളിക്കുന്നത് ബ്ലൂ സോൺ എന്നാണ്. ഈ ഭൂപടത്തിനകത്ത് ഇത് അടയാളപ്പെടുത്തിയപ്പോൾ നീലമഷി കൊണ്ട് അടയാളപ്പെടുത്തി. അങ്ങനെയാണ് ഈ സോണിന് ബ്ലൂ സോൺ എന്ന് പേര് വീണത്. 100 വർഷത്തിൽ കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നവരാണ് അവിടെയുള്ള മഹാഭൂരിപക്ഷം പേർ. അതാണ് ഈ ബ്ലൂ സോണിൻ്റെ പ്രത്യേകത. ബ്ലൂ സോണിലുള്ളവർ 100+ ആണ്. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കും. ആയുസ്സുണ്ടാവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കൂടുതൽ കാലം ജീവിച്ചിരിക്കണമെന്നാണ്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ? അത് ജപ്പാനിൽ ഒരിടമുണ്ട്, ഇറ്റലിയിൽ ഒരിടമുണ്ട്, കാലിഫോർണിയയിലുണ്ട്. ഈ ബ്ലൂ സോൺസ് ഉണ്ട്. നമ്മൾ ഇവിടമില്ല കേട്ടോ.
എന്തുകൊണ്ടാണ് അവിടെ ആയുർദൈർഘ്യം കൂടുതൽ? ആയുർദൈർഘ്യം കൂടുന്നതിൻ്റെ കാരണങ്ങൾ നോക്കിയപ്പോൾ കാരണങ്ങളിൽ ഒന്ന് ഭക്ഷണമാണ്. ഒരു കാരണം കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ്. ഗാർഡനിങ്ങും വരുന്നുണ്ട് അതിനകത്ത്. മാനസികമായ തൃപ്തിയും സന്തോഷവും ആയിരിക്കാം അതിൽ നിന്ന് വരുന്നത്. അപ്പം കൃഷി ചെയ്താൽ ആയുസ് കൂടും എന്ന് ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് അതെല്ലാം ഒന്ന് പോയി നോക്കിയപ്പോഴാണ് ഞാൻ ഇതെല്ലാം കണ്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കൃഷി ചെയ്യുന്നത് ആയുസ് കൂടുന്നതിന് കാരണമാകുന്നു ഉണ്ട് സാർ, അതുകൂടി ഒന്ന് നോക്കണം എന്നോട് പറഞ്ഞു. ഞാനത് നോക്കി. മൊത്തം ഞാൻ എൻ്റെ ഒരു പ്രിസൈസ് അതെല്ലാം നോക്കുമ്പോഴാണ് എനിക്ക് അത്രയും മനസ്സിലായത്. കൃഷി ചെയ്താൽ ആയുസ്സും കൂടും. കൃഷി ആദായത്തിനാണ്, ആരോഗ്യത്തിനാണ്, ആനന്ദത്തിനും ഉപകരിക്കും. ഇത് മൂന്നുമായിരുന്നു നമ്മൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നില്ല. ആരോഗ്യത്തിന്, ആദായത്തിന്, ആനന്ദത്തിന്, ആയുസ്സിനും കൃഷി ഉപകരിക്കും എന്ന് കണ്ടിരിക്കുക. അപ്പോൾ 4 കാര്യങ്ങൾക്ക് കൃഷി ഉപകരിക്കും. കൃഷി ചെയ്യാത്തവർ നമ്മളവരെ പ്രേരിപ്പിക്കണം. ആയുസ് കിട്ടാൻ ഇതുകൂടി ഒന്ന് ചെയ്യൂ. ആരോഗ്യത്തിന് നമുക്ക് ഏറ്റവും പരമപ്രധാനം നമ്മുടെ ആദായം തന്നെയാണ്. ആയുസ്സും ആരോഗ്യവും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കോംപ്രമൈസും വേണ്ട. നമുക്ക് മെച്ചപ്പെടത്തേക്ക് പോകേണ്ടതുണ്ട്. നാച്ചുറൽ ഫാമിങ്ങിനെ കുറിച്ചും രാവിലെ പറയുകയുണ്ടായി. നാച്ചുറൽ ഫാമിങ്ങിൻ്റെ പ്രത്യേകതയുണ്ട്. കൂടുതലിടങ്ങളിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിക്കാത്തത് പറയാൻ വേണ്ടി ഞാൻ വീണ്ടും ആലോചിച്ചെങ്കിലും സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബന്ധപ്പെട്ടവർക്കെല്ലാം ഇതൊരു രേഖയായി നമ്മൾ വീണ്ടും എത്തിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുകൂടി ചേർത്തതിനെ നമുക്ക് സമ്പുഷ്ടമാക്കും. 2031 കേരളത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാർഷിക മേഖലയിൽ മെച്ചപ്പെട്ട ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റണം. അത് പ്രതിഫലിക്കുന്നത് കർഷകൻ്റെ വരുമാനത്തിലും ജനങ്ങളുടെ ആരോഗ്യത്തിലും ആയിരിക്കണം. അതുകൊണ്ട് ആരോഗ്യവുമായി കൂടി നമുക്ക് ബന്ധപ്പെടുത്തണം. നമ്മൾ സായിപ്പിന് വേണ്ടി മെച്ചപ്പെട്ടതെല്ലാം മറിയ കയറ്റി അയച്ചോ, പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർ കൂടി ഇത് കഴിക്കാൻ നമുക്ക് അവരെയും പ്രേരിപ്പിക്കണം. നമ്മളിതെല്ലാം കൊടുത്തിട്ട് നാവിൻ്റെ രുചി നോക്കിയിട്ട് നമ്മൾ നാട്ടിലുള്ള എല്ലാ മോശപ്പെട്ടതും വാങ്ങിച്ച് നമ്മൾ കഴിക്കും. അതിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഫലമോ നമ്മൾ രോഗികളായി മാറുകയാണ്. നമ്മുടെ ഭക്ഷണമാണ് 56.4% രോഗങ്ങളുടെയും കാരണം. ICMRൻ്റെ റിപ്പോർട്ടാണത്. ആവർത്തിക്കുന്നില്ല, വിശദീകരിക്കുന്നും ഇല്ല. ഇവിടെയാണ് നമ്മുടെ ഭക്ഷണം വില്ലനായി മാറുമ്പോൾ നമ്മുടെ കൃഷിക്ക് പ്രാധാന്യം ഏറുന്നത്. അതുകൊണ്ടത് ആരോഗ്യ മേഖലയുമായി കൂടി ലിങ്ക് ചെയ്ത് നമുക്കതിനെ കൊണ്ടുപോകണം. ആധുനികത എല്ലാ അർത്ഥത്തിലും നമുക്ക് എത്തണം. ലോകത്തെവിടെ പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്കിവിടേക്ക് എത്തിക്കാൻ പറ്റണം. പുതിയ പുതിയ രീതികൾ നമുക്ക് പരീക്ഷിക്കാൻ പറ്റണം. പുതിയ വിളകൾ നമ്മൾ നോക്കണം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റണം. അതിനകത്ത് വേറെ ഇടനിലക്കാരും ചൂഷണവും ഒഴിവാക്കി നമുക്ക് കൊണ്ടുവരാൻ നോക്കണം. നമുക്ക് ശാസ്ത്രം എന്നതിൻ്റെ പേരിൽ മാത്രമല്ല, പക്ഷേ ചില എത്തിക്സ് ഉണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ BT വഴുതനയോടും മറ്റു കാര്യങ്ങളോടെല്ലാം, അല്ലെങ്കിൽ ഇത്തരം ഈ ജനറ്റിക്കലി മോഡിഫൈഡിനോട് ചില എതിർപ്പുകൾ നമ്മൾ രേഖപ്പെടുത്തുന്ന അതിൻ്റെ പേരിലാണ്. പോളിസി. അതുകൊണ്ട് നമ്മളൊരു GM അതിനോട് ഈ ഗവൺമെൻറ് ഇതുവരെയും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. അത് ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും മുമ്പിലുണ്ടെന്നുള്ളതാണ്. പക്ഷേ എന്നാൽ മെച്ചപ്പെടത്തേക്ക് എത്തണം. കയറ്റുമതി ചെയ്താൽ കൂടുതൽ നമുക്ക് വരുമാനം എത്താൻ പറ്റും. അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ടത് ഉപയോഗിച്ച് ആരോഗ്യത്തെയും നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റണം. ഇതെല്ലാം കൂടി കണക്കെടുത്തുകൊണ്ടാണ് 2031 നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അനുഭാവപൂർവ്വം പരിഗണിക്കും. കേരള ഗവൺമെൻറ് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെയും ഇക്കാര്യത്തിൽ ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാകും. 2031 കാർഷിക കേരളത്തിന് ഒരു നല്ല ഭാവിയിലേക്ക് എത്താൻ പറ്റും. ഏറെക്കുറെ പലതിൻ്റെയും അടിത്തറ നമ്മൾ ഇട്ട് കഴിഞ്ഞു. കൃഷി വകുപ്പ് 2026 ലക്ഷ്യം വെച്ച് പദ്ധതി ഇട്ടു. അങ്ങനെയാണ് ഞങ്ങളും കൃഷിയിലേക്കും കൃഷിക്കൂട്ടങ്ങളും കാപ്കോയും എല്ലാം വന്നു കയറുന്നത്. ഞങ്ങൾ 2033 ലക്ഷ്യം വെച്ച് കുറേ പദ്ധതികളുമായിട്ട് നീങ്ങി. ഇപ്പോഴാണ് 2031. കാരണം അത് ശരിയാണ്, ഈ 75 കൊല്ലമാകുകയാണ് കേരളം ഉണ്ടായിട്ട്. അതിനടിസ്ഥാനം പുതിയ തലമുറ വരണം. ആധുനിക കാലത്തെ കർഷകൻ തലയിലൊരു വെച്ചിട്ട് ഷർട്ട് ഒന്നും ഇടാണ്ട് നിൽക്കുന്ന ഒരു കർഷകൻ്റെ പടമെടുത്ത് അച്ചടിക്കുന്ന രീതി മാറി. അത് മാറിയിട്ട് ആധുനിക കാലത്തെ കർഷകൻ, എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഔഡി കാറിൽ ചീറിപ്പാഞ്ഞു പോകുന്ന കർഷകൻ എൻ്റെ നാട്ടിലുണ്ട്. ഇന്നോട് വന്നിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. കൃഷി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് ഔഡി കാർ, ആ കാറിൻ്റെ 4 വിലയില്ലാത്ത ഒരു കാറിൽ ഞാൻ അവനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പ്രയാസമാണ്. മുമ്പിലൊരു ത്രിവർണ്ണ പതാക ഉള്ളതുകൊണ്ട് മാത്രമാണ് സുഹൃത്തിൻ്റെ മുമ്പിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത്.
ഈ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ പകൽ സമയത്താകുമ്പോൾ ദേശീയ പതാക ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്. അവൻ പോകുന്നത് സുഹൃത്ത് പോകുന്നത് ഈ ഔഡി കാറിലാണ്. ഞാൻ ഓടി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ രാഹുലൊക്കെ എന്നെ തിരുത്തി, ജെൻസിയാണല്ലോ, നമ്മളൊക്കെ ഒരുപാട് പഴഞ്ചനാണല്ലോ, ഓടി എന്നൊന്നും പറയരുത്, ഔഡി എന്നാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞു. നമുക്കത്രയ്ക്കുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അല്ലേ ഇന്നസെൻ്റ് പറഞ്ഞതുപോലെ പറഞ്ഞു മാറി നിന്നു. ഞാൻ പറഞ്ഞത് ആ തലമുറയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെ ആവട്ടെ നമ്മുടെ അപ്പോഴും നമ്മുടെ പരമ്പര. ചെല്ലപ്പൻ ചേട്ടനെ പോലെ, രാവിലെ പകൽ ചെല്ലപ്പൻ ചേട്ടനെ പോലെ വർഷങ്ങൾ കൊണ്ട് ഈ മണ്ണിൽ അധ്വാനിച്ച, മറ്റൊന്നും ഇല്ലാതെ ഈ മണ്ണിനെ ഇങ്ങനെ നിന്ന, കൃഷി ഒരു വികാരമായി കൊണ്ടു നടന്ന ഒരു തലമുറ നമ്മുടെ, അവരെയും കൂടി നമുക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പ്രയാസം, പക്ഷെ അവരിലോട് പറയണം. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അവരിലേക്ക് എത്തണം. അങ്ങനെ എത്തി അവരെയും കൂടി ചേർത്ത് വെക്കണം. കൃഷിക്കൂട്ടങ്ങളൊക്കെ ആ തരത്തിലേക്ക് വരണം. അതുകൊണ്ട് നിങ്ങൾ പഴഞ്ചന്മാർ, ഞങ്ങൾ പുതിയ ജെൻ സി, ജെൻ ആൽഫ എന്ന് പറഞ്ഞ് പോകരുത്. ആ കർഷകർ അവരൊരുപാട് കണ്ണീരും വിയർപ്പും അവരുടെ രക്തവും മാംസവും എല്ലാം ബുദ്ധിമുട്ടി അവർ ഇതിനു വേണ്ടി വിനിയോഗിച്ച കർഷകരാണ്. ആ കർഷകരെയും കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് നിർത്തണം. അങ്ങനെ ചേർത്ത് നിർത്തി നമുക്ക് മുമ്പോട്ടേക്ക് പോകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഫലപ്രദമായിരുന്നു ഡിസ്കഷനും എല്ലാം. എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമായ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.